അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ ജുമഅയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് ആളുകൾക്കിടയിലുള്ള ഒരു വസ്വാസിനെ നീക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജുമഅക്ക് ഇത്ര വേണമെന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശവും നിബന്ധനയും ഇല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം നമസ്കരിച്ചത് 12 ആളുകളെ വെച്ച് അദ്ദേഹം നമസ്കരിച്ച ഹദീസുകളുണ്ട് എന്നതൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. പണ്ഡിതന്മാർക്ക് പല മദ്ഹബിൻ്റെ അഭിപ്രായങ്ങളും വ്യത്യസ്ത രൂപത്തിലാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. 2 ആളുകളാണെങ്കിൽ പോലും ജുമ നിർവഹിക്കണമെന്ന അഭിപ്രായം പറഞ്ഞ മുൻഗാമികളുണ്ട് എന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ കൊറോണ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സർക്കാർ നിർദ്ദേശങ്ങളിൽ ജുമാക്ക് 40 വരെ അല്ലെങ്കിൽ 20 വരെയൊക്കെ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് കേൾക്കുമ്പോൾ വലിയ മഹല്ലുകളിലുള്ള ആളുകൾ പിന്നെ എന്ത് ചെയ്യുമെന്ന ഒരു ന്യായമായ ചോദ്യമുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ ചോദിച്ചു, ചെറിയ നമസ്കാര പള്ളികളൊക്കെ ഉണ്ടല്ലോ, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വെച്ച് ജുമ നമസ്കരിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം, മതപരമായി അതിന് വല്ല വിലക്കുണ്ടോ എന്ന് പലരും അന്വേഷിച്ച് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ പള്ളിയിൽ വെച്ച് ജുമാ ജമാഅത്തുകൾ പാടുള്ളൂ എന്നുള്ളതിന് പ്രത്യേകിച്ച് രേഖയൊന്നുമില്ല. പള്ളിയിൽ തന്നെ ആവണമെന്നുള്ളതിന് ഒരു രേഖയുമില്ല. ഇമാം മാലിക് റഹ്മഹുല്ല അല്ലെങ്കിൽ മാലിക്കി മദ്ഹബിൻ്റെ ഒരഭിപ്രായം മാത്രമാണ് പള്ളിയിലേ അത് ശരിയാവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് അങ്ങനെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ബാക്കിയുള്ള മദ്ഹബിൻ്റെ പണ്ഡിതന്മാരൊക്കെ പള്ളിയിലാവണം ജുമഅ എന്നുള്ളതിന് അതിന് പള്ളി നിർബന്ധമില്ല എന്ന നിലക്ക് സംസാരിച്ചിട്ടുണ്ട്. കാരണം സ്വഹാബത്ത് തന്നെ അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ, അവർ ജുമകൾ പലപ്പോഴും നിർവഹിച്ചത് പള്ളിയല്ലാത്ത സ്ഥലത്ത് ഈന്തപ്പനത്തോട്ടത്തിൽ ഒക്കെ വെച്ച് നമസ്കരിച്ചത് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ പള്ളി ആവലാണ് നല്ലത്, പക്ഷെ പള്ളി ഇല്ലാത്തിടത്തു നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ ജുമ തുടങ്ങാൻ പറ്റുമോ എന്നുള്ള ചർച്ചയിൽ അതങ്ങനെ ചെയ്യാം, ജുമ നിർവഹിക്കാം, നാട്ടുകാരായ ആളുകൾ അങ്ങനെ ഒരുമിച്ച് ചേർന്ന് അവിടെ ജുമക്ക് നേതൃത്വം നൽകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതങ്ങനെ നിർവഹിക്കാം എന്ന നിലക്ക് സൂചിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മുടെ നാടുകളിലൊക്കെ ചെറിയ ചെറിയ നമസ്കാര പള്ളികളൊക്കെ ഉണ്ട്. അത്തരം നമസ്കാര പള്ളികളിൽ ജുമ നിർവഹിക്കുന്നത് കുറ്റകരമാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളി പോലും നിർബന്ധമില്ല ജുമ നടത്താൻ എന്നതാണ് മുൻകാലത്ത് ജീവിച്ചു പോയ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബത്ത് ഈന്തപ്പനയിലൊക്കെ തോട്ടത്തിലൊക്കെ ജുമ നിസ്കരിച്ച ആ തെളിവുകളും സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് പറയുന്നതെങ്കിൽ തീർച്ചയായും നമ്മളുടെ നമസ്കാര പള്ളികളൊക്കെ ഇപ്പോൾ ഒരു നാടിൻ്റെ ഒരു മഹലിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമസ്കാര പള്ളികളുണ്ടെങ്കിൽ അവിടെ ജുമകൾ താൽക്കാലികമായി ഇത്തരം ഒരു പ്രയാസത്തിൽ ഒരുമിച്ച് കൂടുന്നതിന് പല രൂപത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ ഉള്ള ആളുകളെ കൂട്ടി അവിടെ നമസ്കരിക്കുന്നതിന് പ്രയാസകരമല്ല, അല്ലെങ്കിൽ കുറ്റമായി തെറ്റല്ല അത് നിർവഹിക്കാവുന്നതാണ് വേണമെങ്കിൽ എന്നുള്ളതാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ വേറെ ചില ആളുകൾ പറയുന്നത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്, ഓരോ രോഗം വ്യാപിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നിസ്കരിക്കണമെന്നില്ല, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റമല്ല, നിസ്കരിക്കാതെ ഇരിക്കലാണ് ഉത്തമം, അവർക്കാണ് പ്രതിഫലമുള്ളത്, അങ്ങനെ പ്രയാസപ്പെട്ട് ജുമ നമസ്കരിച്ചാൽ അതിന് പ്രതിഫലമില്ല എന്ന നിലക്ക് ചില ആളുകളൊക്കെ സംസാരിക്കുകയോ ഫത്വ നൽകുകയോ ഒക്കെ ചെയ്ത് ശ്രദ്ധയിൽപ്പെട്ടു. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ജുമ നിർബന്ധമില്ലാത്ത ആളുകളെ സൂചിപ്പിക്കുന്നിടത്ത് തന്നെ സ്ത്രീകൾ, അങ്ങനത്തെ കുട്ടികൾ, യാത്രക്കാർ, രോഗികളൊക്കെ സൂചിപ്പിച്ചിടത്ത് തന്നെ ജുമ കഴിയുന്നത് വരെ അവർ കാത്തിരിക്കണം. ജുമയിൽ എങ്ങാനും അവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അതാവും അവർക്ക് ഖൈറ്
ഇനി അവർക്ക് ജുമക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ വീട്ടിൽ വെച്ച് ളുഹ്ർ നമസ്കരിക്കുക, അവർക്കത് മതിയാകുന്നതാണ്. അല്ല, ഇനി ജുമയിൽ പങ്കെടുത്താൽ അവർക്കത് പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന നിലക്കൊക്കെയാണ് മുൻഗാമികളുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇമാം ഷൗക്കാനിയുടെയും റഹ്മമുള്ള, അതുപോലെ തന്നെ ഇമാം ഷാഫി അദ്ദേഹത്തിൻ്റെ മദ്ഹബിലെ ചില പണ്ഡിതന്മാരുടെയൊക്കെ നിർദ്ദേശങ്ങൾ ആ നിലക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വലിയ ജുമാ പള്ളിയിൽ മാത്രമേ ജുമ ശരിയാവൂ എന്ന് ശാഠ്യം പിടിക്കാൻ ഇന്ന് മതപരമായി രേഖയില്ല. ആളുകൾക്ക് ഒരുമിച്ച് കൂടാവുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ നിർവഹിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ നിർവഹിച്ചാൽ പ്രതിഫലം ലഭിക്കില്ല എന്ന് പറയുന്നതും മതപരമായി തെറ്റാവുന്ന കാര്യമാണ്. അങ്ങനെ ലഭിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. ആളുകൾക്ക് അങ്ങനെ ഒരുമിച്ച് കൂടാമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.